വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. കൈവക്കി. ഓക്കെ. ഇത് അതിനെ പുല്ല് വഴുക്കണ സ്ഥലമാണ്. താഴെ കാണുകയാണെങ്കിൽ സൂപ്പറാണ്, വളരെ സൂപ്പർ സ്ഥലങ്ങളാണ്. താഴെ കാണാൻ ഇനിയിപ്പോൾ ഉച്ച കഴിയും എൻ്റെ കാഴ്ചപ്പാടിൽ. ഒരു മഴ പെയ്തു പോയാൽ ഇനി നമ്മൾ അതന്നെ തന്നെ മഴ അല്ല 4 മണി കഴിഞ്ഞാൽ വീണ്ടും കോട ഇറങ്ങും. അപ്പോൾ ഒരു 12 മണിൻ്റെ ഒരു 3 മണിൻ്റെ അടിയിലായിരിക്കണം. കാണട്ടെ പോവുക. ആ ഇതാണ് ഈ കൊല്ലംകോട് ഏരിയ ഒക്കെ ഫുള്ളും കാണുന്നത്. ഈ ഭാഗം അല്ലേ? ഇപ്പുറത്ത് പൊള്ളാച്ചി കാണും, ചാലിയാർ ഡാം അങ്ങനെയല്ലേ? ഇപ്പുറത്ത് വലിയ ചുള്ളിയാർ ഡാം ഇതിന്റെ താഴെ തന്നെ അല്ലേ? താഴത്ത് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ നല്ല ടോപ്പ് കാണുന്നത്. 1500 അടി നമ്മൾ മുകളിലാണ്. ഇനി നമുക്ക് ഒരു സൈറ്റും കൂടെ ഉണ്ട്, അതായത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ മലയാണ് അതല്ലേ. പക്ഷേ ഈ കോടയായത് കാരണം നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ? ശരി പോക. ഒരു ഉച്ച സമയത്തിലൊക്കെ കോട ഉണ്ടാകും. ഇവിടുത്തെ ക്ലൈമറ്റ് പറയാനേ പറ്റില്ല, പെട്ടെന്ന് ചേഞ്ച് ആയിക്കൊണ്ടേ. കണ്ണാട്ടൻ്റെ നമ്പർ പറയും. 80 പറഞ്ഞാൽ മതി. 8078204520. ഒന്നും കൂടി പറഞ്ഞോളെ. 8078204520. നമ്മളിനി അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് പോകണം. അടുത്ത ലൊക്കേഷൻ ഏറ്റവും വലിയ ഹിൽസ്. ഇപ്പൊ നമ്മൾ കണ്ട സൈറ്റിന്റെ പേരാണ് മിന്നാമ്പാറ. മിന്നാമ്പാറ അല്ലേ? മിന്നാമ്പാറ അതെ. മിന്നാമ്പാറ എന്ന് പറയാൻ കാരണം മിന്നാമ്പാറ പറയുമ്പോ എന്താ പറയാ, മിന്നാമിനുങ്ങൾ കൂടുതലുണ്ടാവും. ഓരോ സ്ഥലത്തിനും ഓരോ അടിസ്ഥാനമുണ്ട്. അല്ല വെറുതെ ഒന്നും അതിന് പേരില്ല. നമ്മുടെ കൂടുതൽ ഇവിടെ ഉണ്ട്. രാത്രിയിൽ ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ മിന്നാമിനിങ്ങനെ കാണും. അതന്നെ. ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് സീരിയൽ ബൾബിന്റെ അതൊക്കെ ഇതാക്കി നിൽക്കണം. അതിനും കാട്ടിലും അത്രയും നല്ല പവർഫുൾ ആയതാണ് മിന്നാമിനി. അതൊരു സൈലന്റ് വാലി പറയുന്ന സ്ഥലത്തില് ഈ മണ്ണട്ടെ കരിയില്ല, ഒന്നും ഉണ്ട്, വളരെ സൈലന്റ് ആയിരിക്കും. ലോകത്തില് സൈലന്റ് ആയ ഒരു സ്ഥലം അത് മാത്രമേ ഉള്ളൂ, സൈലന്റ് വാലി. അവിടെ ഒരിക്കലും ഒരു സൗണ്ടോ ഒരു മണ്ണട്ട സൗണ്ടോ ഒന്നും ഉണ്ടാവില്ല. സൈലന്റ് ടു സൈലന്റ്, നമ്മൾ സംസാരിക്കുന്ന സൗണ്ട് മാത്രമേ വരുള്ളൂ. അതേമാതിരി അട്ടപ്പാടിയില് സൈലന്റ് വാലി പോകാം. സൈലന്റ് വാലി പോവാ. ഈ അട്ടപ്പാടിന്റെ പ്രത്യേകത എന്താ അറിയോ? അവിടെ വെള്ളത്തിൽ ഇറങ്ങാനോ കുളിക്കാനോ പറ്റില്ല, മുഴുവൻ അട്ട ജാസ്തി. അതുണ്ട്. ഇവിടെയും കുളിക്കാൻ പറ്റില്ല, എന്നാലും ഇവിടത്തെ കാലം ഡബിളും മടങ്ങ് ജാസ്തിയാണ് അവിടെ. അട്ടപ്പാടി പേര് അതുകൊണ്ട് അങ്ങനെയുണ്ട്. അതന്നെ നമ്മളുടെ റോഡ് ഒരു കമ്പി സ്റ്റീലിന്റെ എങ്ങനെ വെച്ചോ. മോഹൻലാൽ പി കൂടെയാണ് ഡ്രൈവ് ചെയ്തത്. ഇവിടെ ടൈഗർ നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അല്ലേ? തിരികെ സ്വല്പം താഴ്ചയിൽ പോകണല്ലേ? ആന പിന്നെ കാട്ടുപോത്ത് എപ്പോഴും കാട്ടുപോത്തില്ല. കാട്ടുപോത്ത് ഇവിടെ എത്തുന്നില്ലേ? കാട്ടുപോത്ത് ബൈസൺ, അത് നമ്മുടെ ഇന്ത്യൻ പേര്. ബ്രിട്ടീഷുകാരാണ് നിങ്ങൾക്ക് പേര് വരുന്നത്. ബഫലോ. പിന്നെ മ്ലാവിനെ കാണാം.
പിന്നെ മയില് ആ കരടിയൊക്കെ ഉണ്ട് ഇവിടെ. കരടി. എന്താ കരടി ഉണ്ട് കരടി ഡേഞ്ചറാണല്ലേ? ഭയങ്കര മോശക്കാരനാണ്. കരടി ഇപ്പൊ കാണില്ല. ആ ഈ ഏപ്രിൽ മെയ് സമയത്താണ് നമ്മൾ കൂടുതൽ അതിനെ കാണാൻ സാധ്യത. എന്താന്ന് വെച്ചാൽ തേനില്ല, ആ കാട്ടുതേന്. ഈ കുറ്റി തേനിലൊക്കെ തേനൊക്കെ എടുത്ത് അത് കഴിക്കും. ആ ഇപ്പൊ ഈ സമയത്തൊന്നും ഇങ്ങോട്ട് പുറത്ത് കഴിക്കും. അവൻ വരില്ല അല്ലേ? എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കും. അതെ, അവൻ മണ്ണിലൊക്കെ തേനുണ്ടാവും. ആ ഈ സാധനത്തിനൊക്കെ അത് വലിച്ചെടുത്ത് വലിച്ചെടുത്തു. ഇത് നല്ല വ്യൂ കിട്ടും. ഞങ്ങൾ ഈ മഞ്ഞില്ല ഞങ്ങളോടെ ആ ആ ആ ഇത് പണ്ട് ഇതില്ലേ കെട്ടിടങ്ങളാണ്. ആ അതൊക്കെ കൊണ്ടിട്ട് സാധ്യത. ആ ഒരു എക്സൈസ് പറഞ്ഞാൽ ഒരു 50 കൊല്ലം 100 കൊല്ലം മുന്നേ. ഇല്ലേ? അന്നും ഇവിടെ മനുഷ്യന്മാരുണ്ടായിരുന്നു. ആ ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് വെള്ളക്കാർ പോയത് വലിയ നഷ്ടമാണ്. അതിൽ റോഡ് മുഴുവൻ കണ്ടുപിടിച്ചു. ജനങ്ങൾക്ക് എങ്ങനെ ജീവിക്കാമെന്നുള്ള എല്ലാം കണ്ടുപിടിച്ച് എല്ലാം വളരെ സൂപ്പറാക്കിയിട്ട് അവർ ഒന്നും ചെയ്തു. അവരില്ലെങ്കിൽ ഇപ്പോഴും ഈ റോഡൊന്നും ഉണ്ടാവും. എത്ര സ്ഥലമില്ല ലോകം മുഴുവൻ കാണുന്നത്. ലോകത്തിന് മേപ്പ് അവരുണ്ടാക്കിയല്ലോ. നമ്മളിപ്പോഴാണ് ഇവിടെ വരുന്നത്. ആ അവിടുന്ന് മറ്റേ ലണ്ടനിൽ നിന്ന് വന്നിട്ട് ഇവിടെ ആ അതെ നമ്മൾ ഇതിന്റെ ചോദ്യം ഇനിയും ഇവിടെ എത്താൻ നമുക്ക് അറിയില്ല. അതിനും 50 അതെ ഭയങ്കര മൂളയാണ്. ശരിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ സ്റ്റേറ്റിലും ഓരോ ലക്ഷം ജനങ്ങളിന് അവർക്ക് പൗരത്വം കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഓരോ ജോലിക്ക് എഞ്ചിനീയറായിട്ട് അതിനെ വെക്കുക. എന്നിട്ട് നമ്മൾ അവർ പറയും പോലെ പണിയെടുക്കുക. അപ്പോഴേ ഈ നമ്മുടെ ഭാരതം രക്ഷപ്പെടുള്ളൂ. നമ്മുടെ ആൾക്കാർ ഇപ്പൊ മൊത്തം പറ്റിക്കലല്ലേ? മൊത്തം പറ്റിക്കൽ. കേരള പോലീസ് വയർലെസ് സ്റ്റേഷൻ. ഇതല്ലേ കേരളത്തിൻ്റെ പോലീസ് ഫയർ സ്റ്റേഷൻ. വയർലെസ് സ്റ്റേഷൻ. ആ ഫുൾ ഇൻഫർമേഷൻ കാട്ടിനുള്ളിൽ ആരെങ്കിലും വന്നു പോയാലും വെബ്സൈറ്റുകളിൽ അങ്ങനെ എന്തെങ്കിലും വായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ആ ഇവർക്ക് ആദ്യം വരുന്നത് ഇവിടേക്കായിരിക്കും. അങ്ങനെയല്ല ഇവിടേക്ക് പിന്നെ ടവറിൽ അറിയും ഇല്ലേ? ആ ആ ഇപ്പോഴും ഇവിടെ നല്ല 2 ആൾക്കാർ ഡ്യൂട്ടിയിൽ എപ്പോഴും ഉണ്ടാവും. ആ ആ ഒബിൻ്റെ സാറ്റലൈറ്റിന് അത്ര പവർ ഉണ്ട് ഇല്ലേ? കാട്ടിൽ വേറെ ആരെങ്കിലും അനധികൃതമായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഒരു സെക്കൻഡ്. ഇതിനെ അറിയാം. ആ ഇവർ ഇതുപോലെ ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കൊടുക്കും. ഓരോരോ മറ്റെന്താ പറയുക, ആ ഓരോരോ ഹൈ റേഞ്ച് ഇതുപോലെ ഒരു ഓഫീസ് ഉണ്ടാവും. ആ ആ ഇവിടെ അവര് ഡ്യൂട്ടിക്ക് വരും. ആ ഡ്യൂട്ടിയിലുണ്ട്. ആ അത് ഈ കാർഡിനെ കുറിച്ച് 100% പഠിച്ച ഓഫീസർമാരായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? അത് ഞങ്ങളുടെ മാതിരിയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇങ്ങോട്ട് വരാനും സാധിക്കുള്ളൂ ഇല്ലേ? ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്തിട്ട് വരാനൊക്കെ. അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനായിട്ട് അതിനുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ട്രെയിനിങ് കൊടുക്കൂല്ലേ? ആ ആ അത് മാസത്തിൽ ഒരിക്കലുണ്ടാകും. മാറി മാറി അങ്ങനെ ഡ്യൂട്ടിക്ക് വന്ന് പോകും. ആ രണ്ടാളായിട്ട് അല്ലേ? ആ പക്ഷെ എത്ര ആളുണ്ടാവും? ഉപ്പളുണ്ടാവും അല്ലേ? ഇങ്ങനത്തെ സ്ഥലത്ത് ക്യാമറ വെളിയിലിട്ട് പിടിച്ചാ ചിലപ്പോൾ കൈവായിച്ചിട്ട് ഓട്ടിയത് അങ്ങനെയുണ്ട്. ആ അതന്നെ അത് നമ്മള് ആ സമയം വിളിക്കണം. അതേമാതിരി കുരങ്ങ് അടുത്ത് വരുമ്പോഴും ഇത് എടുക്കാൻ പറ്റില്ല. അത് എടുത്തിട്ട് വരും പിന്നെ നമ്മൾ വയറ്റത്തടിച്ച് കരയണം.
പണിയായതിന്റെ ഫോട്ടോസാണ് ഇവിടെ പണി ചെയ്തതിന്റെ ആ ഒരു ഇതാണ്. പഴയ കാലത്തെ അല്ലേ 50 വർഷം 100 വർഷം മുന്നേ. വർഷത്തിന് മുമ്പ്. ഇവിടെ ഓറഞ്ച് ആയിരുന്നു. ഇല്ല ഇവിടെ കാപ്പി, ഏലം, കുരുമുളക്. ഓറഞ്ച് ഇവിടെ വരില്ല. ആ ഇവരും വലിയ ഇതൊന്നുമില്ല ആ ഇവിടെ. ഇതാണ് ഈ കാപ്പി, ഏലമാണ് കൂടുതൽ. ഓറഞ്ച് മാർക്കറ്റും ഇല്ലല്ലോ. മാർക്കറ്റൊക്കെ ഉണ്ട്. ആ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. ഇത് പോയത് കൂടെ എല്ലാം പോയി. ആ ആ ഒന്നുമില്ല. 1-2 ഓറഞ്ച് പറയുമ്പോൾ നമുക്ക് വയറ്റിൽ വഴിക്ക് കണ്ടല്ലോ. ആ ആ അപ്പോൾ വരുന്ന വഴിക്ക് കണ്ടു അല്ലേ? ആ പിന്നെ ഇവിടെ പ്ലാവ് കുറവാണ് തോന്നുന്നു അല്ലേ? പ്ലാവ്, ചക്ക ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ചക്ക ഒരുപാട്. ഈ ഇവിടെ ഈ മലയിലുണ്ടാ? ആ വരുന്ന വഴിക്ക് നമുക്ക് കണ്ടില്ല അല്ലേ? കണ്ടില്ല. ഇത് കുറച്ച് ഉൾവണത്തിലേക്ക് ഉണ്ട് അല്ലേ? ആ ഇത് ചക്ക നല്ല ടേസ്റ്റാണ്. പുറത്തല്ലേ? ആ പ്ലാവ് വരുമ്പോ കാട്ടിലെ പ്ലാവാ. ആ കാട്ടുപ്ലാവ്. ആ ചക്ക ചെറുതായിരിക്കും, നല്ല ആ ചെളി മധുരമായിരിക്കും, നല്ല വിറ്റാമിൻ ആയിരിക്കും. ക്യാൻസർ വരെ ഒഴിവായിരിക്കും. കാട്ടിൽ നിന്ന് കഴിക്കണം ചക്ക. ക്യാൻസർ, എയ്ഡ്സ്, പിന്നെ അങ്ങനെയുള്ള പകർച്ചവ്യാധികളൊക്കെ ഒഴിവായി പോകും ഈ സാധനം കഴിച്ചാൽ. കിട്ടുന്നതൊക്കെ ഓരോരോ മരുന്ന്. ആ ഓരോ മരുന്ന്. പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാം. പിന്നെ ഈ സാധനമില്ല, ഈ മറ്റേ അത് മറ്റേ മരുന്നാണ്. അത് ഒരുപാട് 30ഓളം മരുന്നുകൾക്ക് മറ്റേ ചേർക്കുന്നതാണ് ഈ സാധനം. അതിനൊരു പേരുണ്ട്. ഈ പാസാറിൽ മാത്രം ഉണ്ടാകുന്ന സാധനമാണ്. ആന വന്നു പോയി രാത്രി. ഞാൻ ഇവിടെ എത്തിയില്ല. ആ ആ തന്നെ കിടക്കും. ആ ഫ്രഷാണ്. ആ അതേമാതിരി ഈ കാട്ടിലെ ആനകളില്ലേ, നാട്ടിലെ ആനകളുടെ അത്ര വലിപ്പം വരില്ല. എന്നാൽ ആരോഗ്യം ഈ ഇവിടെ കാട്ടിലെ ആനയ്ക്കാണ്. ഏത് കാട്ടിൽ കൂടെ വേണമെങ്കിലും വന്ന് നടന്ന് കയറി പോകും. നാട്ടിലെ ആനെ കൊണ്ട് കയറാൻ പറഞ്ഞാൽ കയറില്ല. അത് ഒരു സൈഡിലിരിക്കും. നിൽക്കുന്നുണ്ടാവും, അതിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആരുടെ ശല്യം ഇല്ലാണ്ട്. ഇതൊക്കെ കയറി പോയിട്ട് 30 വണ്ടി എടുക്കാ പറഞ്ഞു. ഇങ്ങനെ ഇത്രയും നേരം കുറച്ച് നേരം ഇരുന്നിട്ട് വണ്ടി എടുക്കാ പറഞ്ഞു നോക്കുമ്പോൾ ആണ് എൻ്റെ അടുത്ത് കൊമ്പൻ. നമ്മളൊന്നും ചെയ്തില്ല. ആ അല്ല, ഈ ആനയായാലും കാട്ടുപോത്തായാലും ഈ ചെന്നായി ആയാലും ഇവർക്കൊരു സംഭവം എന്താ അറിയോ? നമ്മുടെ മണം തട്ടിക്കഴിഞ്ഞാൽ ഇവ അക്രമിയാണോ അല്ല എന്നുള്ളത് അവർക്ക് അറിയും. ഏതെങ്കിലും കാലത്ത് ഇവിടെ അല്ലേ ആനപ്പുണ്ട് ഇല്ലേ? പോയില്ലേ? മരമൊക്കെ പൊട്ടിക്കുന്നു. തിന്നുന്ന സാധനം എന്തെങ്കിലും ഉണ്ടായിരിക്കും. ആ ഈ ആനയ്ക്ക് നമ്മ ചക്ക എവിടെ ഉണ്ടെങ്കിലും തേടിയെത്തും. ലാവും ചക്കേന്റെ മണം മതി മൂപ്പർക്ക്. ആ ഇല്ല ഇവിടെ നെല്ലിയാമ്പതിയിൽ ഫേമസ് ആയത് ചില്ലിക്കൊമ്പൻ പറഞ്ഞൊരു ആനയുണ്ട് ഇല്ലേ? എൻ്റെ അരികിൽ തന്നെ 10-30 കൊല്ലങ്ങളായിട്ട് അത് ഇവിടെ തന്നെ നെല്ലിയാമ്പതിയിലുള്ള ഒരു ചില്ലിക്കൊമ്പൻ ആന ഏറ്റവും വലിയ ഫേമസ്. ആ ഇത് എവിടേക്ക്? ഇത് നമ്മൾ മിസ്റ്റി വാലി റിസോർട്ട് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ളിൽ പോകാൻ ഇല്ലേ? അവിടെ നല്ല വ്യൂ പോയിന്റുകളുണ്ടോ? അവിടെ വ്യൂ പോയിന്റ്, റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. താമസിക്കുകയാണെങ്കിൽ ഒരു ദിവസം താമസിക്കാം അല്ലേ? എത്ര ചെലവ് വരില്ല അവിടെ? അതൊരു പെർ ഗെറ്റിനാണ്. നമുക്ക് ഏതൊക്കെ സെറ്റപ്പ് വേണമെന്ന് പറഞ്ഞാൽ അതുപോലെ. അല്ല, ഏറ്റവും ചെലവ് ചുരുങ്ങിയ ചെലവ് എത്ര? ഫുഡും കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരാളിന് എങ്ങനെ നോക്കിയാൽ 2,500 അത്രയൊക്കെ വരും. ബ്രിട്ടീഷുകാർ കെട്ടിയ ബംഗ്ലാവാണ് അത്. അതൊക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞത് 1982. എന്നാ നമുക്കിവിടെ സൈഡാക്കാം. ഇത്തിരി ബാക്ക് വന്നിട്ട് ഒറ്റ ലെഫ്റ്റ് ചേർത്തിയെത്താം.
പിന്നെ ഇവിടെ സിംഗപാലം കറങ്ങി ഉണ്ടോ? ആ ആ അതെ. ആ ഈ ജീപ്പില്ലേ അമേരിക്കക്കാരുടെ പട്ടാളത്തിൽ ഉപയോഗിച്ച് വന്നിരുന്നു. ബ്രിട്ടൻകാർ അമേരിക്കക്കാർക്കാണ് ഈ ജീപ്പ് കണ്ടുപിടിച്ചത്. അതിൻ്റെ യുദ്ധത്തിൽ വന്നുകൊണ്ടേ ഇരിക്കണ്ടേ. ഇപ്പോഴും ജീപ്പ് അവരുടെ പട്ടാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കൻ പട്ടാളത്തിലും അതേപോലെ ബ്രിട്ടൻ്റെയും ജർമ്മനിൻ്റെ ഒക്കെ. ഇതൊക്കെ എത്ര കിലോമീറ്റർ കിട്ടും? 12 കിട്ടും 10-12 കിട്ടില്ല. കുഴപ്പമില്ല. എന്താണ് വണ്ടിക്ക് മെയിൻ്റെനൻസ് ജാസ്തി? ആ ഭയങ്കര ജാസ്തിയാണ്. ശരിക്കും ഇവർക്കൊക്കെ പെയർ പാർട്സ് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കണം. എൻ്റെ കാഴ്ചപ്പാടിൽ ആ പെയർ പാർട്സ് മുഴുവൻ സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് തൊഴിൽ ഇത്തിരിയും കൂടി ഡെവലപ്പ് ആവും. സബ്സിഡിയിൽ കൊടുക്കുക. ടാക്സ് മുഴുവൻ ഒഴിവാക്കിയിട്ട് പരമാവധി ഡിസ്കൗണ്ട് ചെയ്തു. ആ ഇവർക്ക് ഈ റേഷൻ കാർഡിലെ പേര് ചേർത്ത് ഇവർക്ക് വാഹനത്തുണ്ട് ഇന്നപോലെ ചെയ്യാൻ ഏത് പെയർ പാർട്സ് കടയും സാധനം പഠിക്കുകയാണെങ്കിൽ. കൈ വെളിയിൽ കിടുമ്പോഴേ അപകടമാണ്. വണ്ടി ചരിയുമ്പോൾ ഈ വണ്ടിയിൽ മുട്ടും. അത് കുട്ടികൾക്ക് അറിയില്ല. ആ ഫുൾ മുകളിലാണ് ഇപ്പം നമ്മൾ ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇതില്ലേ? ആ ഇവിടെയാണ് സിനിമ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തില്ലേ? ആ ഒരു വണ്ടിയിൽ നിന്ന് പാസ്സായി. ഇവിടെ നോക്കിയാൽ എവിടെ കാണാം? പറമ്പിക്കുളം ഡാം, മലമ്പുഴ, ചുള്ളിയാറ്, മീൻകര, ആളിയാറ്, പിന്നെ മങ്ങൽ ഡാമിൻ്റെ ഒരു സൈഡ്, പോത്തുണ്ടി ഡാം കംപ്ലീറ്റ്. ആ 6 മണി മുതലേ പാസ്സാകാൻ തുടങ്ങി അല്ലേ? ആ അതിന് ഈ ശരിക്കും ഈ നേരത്ത് വന്നിട്ട് വലിയ ഗുണമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇത്തിരിയും കൂടി വന്ന് വെയിലാവും അല്ലേ? ആ അത് വരും. വ്യൂ കുറവായിരിക്കും അല്ലേ? ഈ കോടന്റെ പ്രശ്നം. അതെ അതെ അല്ല വേണ്ട അങ്ങോട്ട് എടുക്കണ്ട. ആ വഴി അത് എവിടെ എത്തുന്നു? ഇതിനകത്ത് ഇരിക്കല്ലേ? പിന്നെ അങ്ങോട്ട് റോഡൊന്നും ഇല്ല. ഇത് ലാസ്റ്റ് പോയിന്റ് ഇല്ല. ഞാൻ ഇങ്ങനെ ഒന്ന് നടന്നിട്ട് വരാം. ആ സൂപ്പറായി ഇറങ്ങി. പിന്നെ അല്ല കോടയാണ് കംപ്ലീറ്റ്. ആ ആ ഇത് മുഴുവൻ കാണുകയാണെങ്കിൽ ഗംഭീരമാണ്. ആ അതന്നെ ഒരു ദിവസം നമ്മൾ ഇവിടെ ഇരിക്കേണ്ടി വരും.
നമസ്കാരം. ഞങ്ങൾ എത്തിയിരിക്കുന്നത് നെല്ലിയാമ്പതിൻ്റെ ഏറ്റവും വലിയ ഹിൽസിൽ സിനിമ ഷൂട്ടിംഗ് ചെയ്ത സ്ഥലമാണ്. എത്ര അടി നെല്ലിയാമ്പതിയിൽ എന്ന് വെച്ചാൽ മറ്റേ മാട്ടുമല പറയുന്ന സ്ഥലത്താണ്. എന്ന് വെച്ചാൽ നെല്ലിയാമ്പതി മാട്ടുമലയിൽ 1700 അടി നമ്മുടെ താഴത്തുനിന്ന് നെമ്മാറയിന്ന് ആ മലന്റെ മുകളിലാണ് 1700 അടി പൊക്കത്തിൽ മാട്ടുമല പറയുന്ന സ്ഥലത്ത് ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലം. മോഹൻലാലിന്റെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്. പക്ഷെ വരുന്ന വഴിയിൽ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില ക്വാർട്ടേഴ്സുകൾ, കമ്പനികൾ, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ. അതിസാഹസികമായ യാത്ര ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഗതികൾ, ആന, കാട്ടുപോത്ത്, ഇതൊക്കെ ഇതിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. കരടിൻ്റെ സാന്നിധ്യം, പിന്നെ മാന് എല്ലാ മൃഗങ്ങളും, സകല മൃഗങ്ങൾ. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരം എന്ന് വെച്ചാൽ വരുന്ന വഴി ഭയങ്കര സംഗതിയാണ്. അതിൽ കൂടെ വന്നാലാണ് അറിയുള്ളൂ, പറഞ്ഞാലറിയില്ല. അതിസാഹസികമായ യാത്ര, വമ്പനായ സംഗതികൾ. കാരണം വെള്ളക്കാരൻ എന്തൊക്കെ ചെയ്ത്, വെള്ളക്കാരൻ കണ്ടുപിടിച്ച റോഡും അതേമാതിരി ഇവിടുത്തെ നൂറ്റാണ്ടുകളുടെ മുമ്പ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ട് ഓറഞ്ച് കൃഷി, മറ്റേ കാപ്പി, തേയില, ഏലം, ഇങ്ങനെയുള്ള ഒരുപാട് കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ന് കാലത്ത്. പക്ഷെ ഇന്ന് അതൊന്നും കാണാനില്ല. എന്നാലും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ അത് എന്താണെങ്കിലും സുമാർ എത്രയോ 100 വർഷങ്ങളുടെ മുമ്പ്, 1, 2, 3 അല്ല, അതിനേക്കാളും മുമ്പ് തന്നെ, മുന്നിൽ തന്നെ ഇവിടെ സംഗതികൾ ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വരണമെങ്കിൽ തന്നെ ഇപ്പോഴേ ആനൻ്റെയും പുലിയും അതേമാതിരി കാട്ടുപോത്ത്, ഇങ്ങനെയുള്ള വയമ്പ, കരടി ഇങ്ങനെയുള്ള ഉണ്ട്. അപ്പോൾ ആ കാലത്ത് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ നടക്കണില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴേ ഇവിടെ എത്തിയിട്ടുള്ളൂ. നമ്മള് ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ ഉള്ളത്. എന്നാലും മുകളിൽ പാലക്കാട് ജില്ലയില് നമ്മുടെ ഒരു ഏറിയൊരു നെല്ലിയാമ്പതി, നെമ്മാറയാണല്ലോ ഇതിന്റെ സ്ഥലം. നെമ്മാറ പാലക്കാട് ജില്ലയാണ്. അതിന്ന് നെമ്മാറയ്ക്ക് 15 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളിരിക്കുന്നത്. അതന്നെ. അതില് നമ്മള് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ഡാമുകള്, ഇവിടുന്ന് നോക്കിയാൽ പറമ്പിക്കുളം ഡാമും, അതേമാതിരി മലമ്പുഴ, പിന്നെ ചുള്ളിയാറ്, മീങ്കര, ചിറ്റൂര്, ഇങ്ങനെ അതന്നെ ചിറ്റൂര്, മംഗലം ഡാം, പോത്തുണ്ടി ഡാം. പിന്നെ പാലക്കാട് ജില്ലനെ മൊത്തം കാണും ഇവിടെ നിന്ന്. മൊത്തം തമിഴ്നാട് മുതൽ വാളയാർ സിമെന്റ് ഫാക്ടറി, അങ്ങനെ കംപ്ലീറ്റ് ഉള്ള വ്യൂ പോയിന്റ് ആണ് ഈ സ്ഥലം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സാധാരണക്കാർ ഇവിടെ എത്തുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇല്ല, വളരെ ഇതൊന്ന് കാണാൻ. ഇനി ഇവിടെ ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു തരാം. ഇതേപോലെ ഫുള്ള് കോടയാണെങ്കിലും നമുക്കൊന്ന് റൗണ്ട് അടിച്ച് കാണിക്കാം. ഇത് നമ്മുടെ അതിപ്രശസ്തമായ ഒരു പാവപ്പെട്ട ആളാണ് ഗോപാലേട്ടൻ, തേങ്കുറിശ്ശിയിൽ. ഇത് പ്രഭാട്ടൻ, കുനിശ്ശേരി, പാലക്കാട് ജില്ലയിലെ കുനിശ്ശേരിയിലെ ഒരു സാധാരണക്കാരനായ ആളാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് കോടയാണ്, കൂടുതൽ വ്യൂ കിട്ടുന്നില്ല. ഇനി ഒരു 11 മണി കഴിഞ്ഞാലേ ഫുള്ള് വ്യൂ കിട്ടും. നേരം ആയതുകൊണ്ട് കോട ഫുള്ളായിട്ടുണ്ട്. ഒന്നിനൊന്ന് വെയില് ഉള്ളതാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. നിറയെ ടൂർ വന്നിട്ടുണ്ട്, കാണാൻ വേണ്ടി, കാഴ്ചയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. നിറയെ 100 കണക്കിന് കുട്ടികൾ വന്നിട്ടുണ്ട്. ശരി, നമുക്ക് ആ പാറയിലൊന്ന് പോയി നോക്കാം. ഈ തൊട്ട് ഓരത്തിൽ പേര് എന്തല്ലേ, എന്തെല്ലാം കാഴ്ചകൾ. ഇത് നമ്മൾ പറയുന്നതിനെ ക്ലിയർ ആക്കണമെങ്കിൽ
ഞാൻ ഈ മലയില്ലേ ഇതിൻ്റെ മുകളിൽ കയറാൻ ഒരു 30 വർഷം മുന്നേ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് റോഡ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു സന്ദേഹമായിരുന്നു. പിന്നെയാണ് നമുക്ക് ഇപ്പോൾ ഓടുണ്ടല്ലോ നോട്ടെ ഓടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. ഇതുപോലെ എനിക്ക് ചെറിയ അഭിപ്രായം പറയാനുള്ളത് ഈ വീഡിയോയിൽ, കേരളത്തിൻ്റെ എല്ലാ മലകളുടെ മുകളിലേക്കും ജീപ്പും അതേമാതിരിയുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള റോഡ് ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ തന്നെ ഹോട്ടല് ഭക്ഷണങ്ങൾ അതും ജനങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇങ്ങോട്ട് ടൂറിസ്റ്റായിട്ട് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. നമ്മുടെ കേരളത്തിലെ എത്രയോ പാവപ്പെട്ട സാധാരണക്കാർക്ക് ഒരു തൊഴിലും കിട്ടും. കേരളം വളരെ സൗന്ദര്യമുള്ള സ്ഥലമാണെന്നുള്ളത് ലോകത്തിലെ ജനങ്ങൾക്ക് അറിയാനും കഴിയും. വളരെ ചെറിയ ചിലവുള്ളൂ. ഇങ്ങോട്ട് റോഡുകളൊന്ന് സെറ്റിയാക്കുക, ഒരു 2 ബസ് പോകാനുള്ള വഴി. അതേപോലെ സാഹസികമായിട്ട് മലയുടെ മുകളിൽ കയറാനുള്ള കല്ലിൽ സ്റ്റെപ്പുകൾ ഉണ്ടാക്കുക. അത് ഇപ്പോഴൊക്കെ എളുപ്പത്തിൽ സാധിക്കും. ഈ കട്ടർ മെഷീൻ വെച്ചിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. എല്ലാ മലകളുടെ മുകളിലേക്കും ടൂറിസ്റ്റുകൾക്കും അതേമാതിരി ഹോട്ടൽ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ എത്രയോ പാവപ്പെട്ട സാധാരണക്കാർക്ക് തൊഴിലും അതേമാതിരി ഈ നമ്മുടെ നാട്ടിൽ ഇത്രയൊക്കെ അത്ഭുതങ്ങളുണ്ട് എന്നുള്ളതിന് നമുക്ക് അറിയാനും സാധിക്കും. ഒരു മിനിറ്റ്. ഈ അടയാളം ആദ്യം ഇവിടെ വന്ന ആൾക്കാർ ചെയ്തു വെച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് എന്ത് അടയാളമാണെന്ന് ക്ലിയർ ആകില്ല. പരമശിവൻ്റെ ശൂലമാണോ എന്നൊരു സംശയമുണ്ട് ഈ ഷേപ്പ് കാണുമ്പോൾ, ഈ വി ആകൃതിയിൽ സെൻറ്റർ കാണുമ്പോൾ. നമുക്ക് ഈ പാറകളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താണെന്നൊന്ന് നോക്കാം. ഇനി ഇവിടെ എന്തെങ്കിലും പഴയ പുരാതന മനുഷ്യന്മാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കാം നമുക്ക്. ആ സിനിമയുടെ പേര് ബ്രഹ്മരം. അത്രേ. എന്തെല്ലാം അത്ഭുതങ്ങളില്ലേ. ഇത് കാട്ടിലെ കൊയ്യാക്കയുണ്ട്. ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു കൊയ്യാക്കയൊക്കെ കഴിക്കും. ഇല്ല, ഇത് മറ്റേ നാടൻ നമ്മുടെ ഒറിജിനാലിറ്റി വിറ്റാമിൻസ്, ഹൈ ക്വാളിറ്റി വിറ്റാമിൻസ് ആണ് ഈ കൊയ്യാക്ക. വളരെ ചെറുതായിരിക്കും. ഇത് ധൈര്യമായിട്ട് കഴിക്കാം. ചവർപ്പ് ജാസ്തി ആയിരിക്കും കേട്ടോ. അതെ. അല്ല, ഇത് ഹൈ പവർ വിറ്റാമിൻ ആണ്. ഇത് ഒറിജിനാലിറ്റി. ഇത് വലിപ്പം വെക്കില്ല കേട്ടോ. കഴിക്കുക സാധനമുണ്ട്. ഇത് ഭയങ്കര ചവർപ്പായിരിക്കും. ഹൈ ക്വാളിറ്റി വിറ്റാമിൻ ആണിത്. കാട്ടിൽ ലൈവായി ഉണ്ടാകുന്നില്ല. ഫോറസ്റ്റുകാർക്ക് ഇതാ ഇവിടെ എന്താ കാട്ടുപോത്തിന്റെ ചാണകം. കാട്ടുപോത്തുകൾ ഇവിടെ വന്നിട്ട് പൂന്ത് വിളയാടിയിട്ടുണ്ട്. കാട്ടുപോത്തിന്റെ ചാണകം, ആനയല്ല. ഇതിൻ്റെ വഴി കുറച്ചുകൂടി നന്നായിരിക്കും. എന്താ നിറയെ കാട്ടുപോത്തിൻ്റെ വഴിയുണ്ട്. അത്ഭുത മരം, ഒരു അത്ഭുത മരം. ഇത് ഏതാണ്? ഇതുവരെ അത്ഭുത മരമാണ്. ഇത് വീട്ടിലുള്ള ഒരു പൂച്ചെടിൻ്റെ അതാണെന്ന് തോന്നുന്നില്ലേ? എന്താ ഈ മരം? ഈ അരിയാണ് നിന്ന് പറഞ്ഞത്. പേര് കത്തിരിക്ക
കണ്ടം കത്തിരിക്ക ഓരോ മരുന്ന് ആ ചോപ്പ് നമുക്ക് പോണോ അതിൽ കൂടെ? വേണ്ട 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 കുഴപ്പമില്ല പോവാണെങ്കിൽ പോവാ. നമുക്ക് സമാധാനം മതി. കാട്ടുപോത്ത് നിറയെ ഇവിടെ ഉണ്ട്. ചാണകം നിറയുണ്ട്, കാണാൻ കഴിയില്ല. ഇപ്പൊ പോയിട്ടില്ല, എല്ലാം അവിടെ അടുത്ത് ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട്. കാട്ടുപോത്ത് ഇന്നലെയും കൂടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ലേ, അങ്ങോട്ട് ആ ഫോറസ്റ്റ് പോണ വഴി അത് ബ്ലോക്ക് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അലൗഡ് ഇല്ല. സർവേ എടുക്കാനും പോയാലും അങ്ങനെയാണ് അല്ലേ? ആ ഇങ്ങോട്ട് വരേണ്ട മാസങ്ങൾ നല്ല വ്യൂ കിട്ടുന്ന മാസങ്ങൾ അതാണ്. നവംബർ ഡിസംബറിൽ വന്നാൽ നല്ല വ്യൂ കിട്ടും അല്ലേ? അപ്പൊ ഇനിയിപ്പോ കുറച്ചല്ലേ ഉള്ളൂ അല്ലേ? ഇനി എത്ര മാസമുണ്ട്? ആ ആഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഇനി 2 മാസം. 1 മാസം കഴിഞ്ഞിട്ട് വന്നാൽ ഫുള്ള് നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ കിട്ടും അല്ലേ? പുഴുവെന്നൊരു വാക്കേ പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഈ കാടിന് മോശമൊക്കെ. പുഴുവുള്ളത് ആന്ധ്ര ഇല്ലാന്ന്. പുഴു എന്നുള്ളൊരു വാക്കേ ഉപയോഗിക്കാൻ പറ്റില്ല. കാട്ടിലെ കൊയ്യാക്കിൽ എന്താ പുഴു? മനുഷ്യന്റെ മനസ്സിൽ അത്തിരി ഉണ്ടാവുള്ളൂ. ഇനി കണ്ട മറ്റേ നിങ്ങൾ പറഞ്ഞ വേറെ സ്ഥലം ഏത് റൂട്ടാണ് പോണത്? അത് ഇതേ റൂട്ടിൽ തന്നെയാണ് വേറെ ഉണ്ട് അല്ലേ? അത് എത്ര 7 കിലോമീറ്റർ വിളിച്ച് പോണം അല്ലേ? അതപ്പോ നമുക്കിനി അടുത്ത ട്രിപ്പ് ആ വഴിക്ക് നമുക്കൊന്ന് സെറ്റ് ആക്കാം അല്ലേ? അടുത്ത ട്രിപ്പ് നമുക്ക് എങ്ങനെ പോകണം? ഇവിടെ അവിടെ നിർത്താൻ പാടില്ല, നേരെ ലാസ്റ്റ് പോവാ. അവിടെ നിന്ന് കണ്ടുവരും. അവിടെ ഇങ്ങോട്ട് കണ്ടുതരാം അല്ലേ? ആ പിന്നെ കേട്ടോ വീഡിയോ സ്റ്റോപ്പ് ആക്കാം. ഒരു സെക്കൻഡ്, ഒരു സംശയം ചോദിക്കും. കറക്റ്റായി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മുടെ നെല്ലിയമ്പൊതിയിലും മറ്റു മലകളിലും ഇതുപോലെ റോഡും അതേപോലെ ടൂറിസ്റ്റുകൾക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ മെച്ചം ഉണ്ടാകും? ഇപ്പൊ ഇത് ഒന്ന് മാത്രമുള്ള കാരണമാണ് ഇത്രയും. ഇനി കുറെ സൈറ്റുകൾ തുറക്കാനുണ്ട് ഇവിടെ. നേരത്തെ ഇതൊക്കെ ഒന്ന് നടപ്പിലുണ്ടായിരുന്നു, ഇപ്പൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതും കൂടെ തുറന്നു കഴിഞ്ഞാൽ ഒരു നല്ല എൻജോയ്മെന്റ്, പിന്നെ നമുക്കും 10 രൂപ വരുമാനം, കുടുംബജീവിതം നയിക്കാൻ പറ്റും. പിന്നെ ജീപ്പിന് മെയിൻ്റെനൻസ് വരികയാണെങ്കിലും നമുക്ക് ചെയ്യാനുള്ള പൈസ കിട്ടും. കുറെ സൈറ്റ് ഉണ്ട്. ഇപ്പൊ വരുന്നവര് ഓഫ് റോഡ് ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ മാമ്പാര പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു, കുരിശുമല, ഇങ്ങനെ കുറെ സൈറ്റ് ഉണ്ടായിരുന്നു. മൊത്തം ഇപ്പൊ കൂട്ടിയിരിക്കുകയാണ്. ഫോറസ്റ്റിന്റെ അണ്ടറിലാണ് എല്ലാം. അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരിലും ഇനിയും കൂടെ നല്ല സൈറ്റുകൾ ഗവൺമെന്റിന് ഒരു വരുമാനമുണ്ട്, നമുക്കൊരു നല്ല ഒരു ഇതുണ്ട്. എത്രയോ പാവപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടും, ജീവിച്ചു പോകാം. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫീസർമാർ ഈ പാവങ്ങളിലെ ഒന്ന് പരമാവധി ഒന്ന് രക്ഷപ്പെടുത്താനാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ നേരത്തെ നടപ്പിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇത് പുതിയ സൈറ്റ് ഒന്നല്ല, ഇതൊക്കെ നേരത്തെ പോയതാണ്. ഓരോന്നായിട്ട് അടച്ചു വന്നു. ഓരോന്ന് അടച്ച് ക്ലോസ് ചെയ്ത് ഇപ്പൊ 10 കൊല്ലത്തിന് മുമ്പ് വന്നവർ ചോദിക്കുന്നത് ഈ
ഇവിടെ മാമ്പാറ പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ആ എന്താന്ന് വെച്ചാൽ കാണിയിൽ അവിടെ നിന്ന് അതിനെ ആലോചിച്ചിട്ടാണ് വരുന്നത്. വരുന്നത് ഇവിടെ വന്നപ്പോ അവന്റെ അടുത്ത് അത് കൂട്ടി പറയുമ്പോ അയ്യോ അത് ഒരുപാട് അതിനൊരു അവരിനെ ഇൻസുലേറ്റ് ചെയ്യുന്ന പോലെയായി. നമ്മുടെ ഗവൺമെന്റ് ജീവനക്കാര് ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല, ടൂറിസ്റ്റുകൾക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല. അതും കൂടെ ഓപ്പൺ ചെയ്താൽ ഇന്ത്യയും കൂടെ ഡെവലപ്പാണ്, ഇനി അത്രയോ ഡെവലപ്പാണ്. പിന്നെ ഇതേപോലെ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീപ്പിൽ മെയിൻ്റനൻസ് വരുന്നതുകൊണ്ട് ഈ പെയർ പാർട്സ് കൂടുതലായിട്ട് സബ്സിഡിയിലും അതേമാതിരി ഡിസ്കൗണ്ട് ചെയ്തിട്ടും പൈസ കൊടുക്കുകയെന്ന് പറഞ്ഞാലും ഇവർക്ക് ഒരുപാട് മെച്ചം കിട്ടും ഇല്ലേ കാണട്ടെ. അതിപ്പോൾ ഇഞ്ചൻ ഓയിലിലൊക്കെ ഒരുപാട് ടാക്സ് മേടിക്കുന്നുണ്ട്. അതേപോലെ മറ്റുള്ള പെയർ പാർട്സിന് ടയർ മേടിക്കാൻ ഒരുപാട് പൈസ ചിലവാകും. അപ്പോൾ ഈ പാവപ്പെട്ട വനവാസികളായ ഈ പാവങ്ങൾക്ക് ഇതിനൊക്കെയാണ് ഗവൺമെൻറ് ഇത്തിരി താല്പര്യം കൂടുതൽ കൊടുക്കുന്നത് ഇല്ല കാണട്ടെ. അതേ എല്ലാ പെയർ പാർട്സുകളായിക്കോട്ടെ മറ്റുള്ളതായിക്കോട്ടെ. ഇത് എൻ്റെ കാഴ്ചപ്പാടിൽ MGRനെ പോലെ ഒരു ഭരണാധികാരിയാണെങ്കിലേ ഇതൊക്കെ എപ്പോഴും നടത്തില്ലായി. അതന്നെ കന്യാകുമാരി വരും, കേരളമാക്കി. എത്രയോ പാവങ്ങള് ജീവിച്ചു പോയി. ഇവിടെ വന്ന് ടൂറിസ്റ്റ് ഏരിയ ഒരുപാട് എത്രയോ ഇതുണ്ട്, ഒരു ഇതില്ല, ഒന്നുമില്ല. പാവങ്ങൾക്ക് ഭക്ഷണം പോലും നേരെ ചോദിച്ചിട്ടില്ല. ഇവിടെ ഒരു സേഫ്റ്റി പറയുന്ന സാധനം. പിന്നെ നമ്മൾ ഡ്രൈവർമാരായിട്ടാണ് നമ്മൾ ഗൈഡായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ. അതേപോലെ കനട്ട ഒരു പെട്രോൾ പമ്പിന്റെ ആവശ്യമുണ്ട് ഇല്ലേ നമ്മുടെ എല്ലാം, ഒരു പെട്രോൾ പമ്പ്. പിന്നെ അത്യാവശ്യമായിട്ട് പാവപ്പെട്ട ആൾക്കാർ ടൂറിസ്റ്റുകൾക്ക് വരുമ്പോൾ ഒരു വൈൻ ഷോപ്പ്, ഒരു ബാറ്, ഇതും കൂടി ഒന്ന് സൗകര്യം ചെയ്യണം എന്നാണ് വിനീതമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഈ ചെറിയ രീതിയിലുള്ള ഈ റിസോർട്ടുകളൊക്കെ ഗവൺമെൻറ് സബ്സിഡിയിൽ കെട്ടിക്കൊടുത്ത ഒരു ജീപ്പ് വന്നു. അതും ഇവർക്ക് ഒരുപാട് ഗുണം ചെയ്യും, ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ളത് ഇല്ലേ. ഇതിന് മുകളിൽ കുളമാണ്, ഡാമാ, കുളമാണ് അല്ലേ. അതിൽ മീനുണ്ടാകുമോ? ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളെ പോലെയുള്ള പാവങ്ങൾ മീനിൻ്റെ കുഞ്ഞുങ്ങൾ കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് വരും. മറ്റേ മീന് നല്ല പോലെ വളരുകയും ചെയ്യും. ഇതൊക്കെ ഫോറസ്റ്റുകാർ ചെയ്യേണ്ട പണിയാണ് ശരിക്കും. ഈ കുളങ്ങളിലൊക്കെ നിറയെ മീനൊക്കെ കൊണ്ടുവന്ന് ഒരുപാടുണ്ട്. അതേമാതിരി വേനൽക്കാലത്ത് ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ. ചെറിയ അരുവികളുണ്ട് അല്ലേ. തമിഴ്നാട് ഏരിയയിലൊക്കെ ആനയ്ക്ക് വെള്ളം കുടിക്കാൻ തൊട്ടി കെട്ടി, കേരളത്തിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുക, അതിനൊരു ബുദ്ധിമുട്ട്. ഇത് വലിയ കുളമാണ് അല്ലേ. അത് ഇവിടെ ഉണ്ടോ? കൊയ്യാക്ക. ഇതുപോലെ അല്ലേ. ഭയങ്കര ടേസ്റ്റ്. വലിപ്പം വരില്ല. അത് കാട്ടുകൊയ്യ. ഇത് ഓറഞ്ച് തൈയാണ്. ഇത് ഇല്ലേ. ഓറഞ്ചിന്റെ നെല്ലിയമ്പതിക്ക് ഓറഞ്ച് പുളിപ്പാണ്. നെല്ലിയാമ്പതി ഏഷ്യയിൽ നമ്പർ 1 തോട്ടം കൂടെയാണുള്ളത് നെല്ലിയാമ്പതി. ഓറഞ്ച് പുളിക്കണം അല്ല, ഓറഞ്ച് പുളിപ്പ് മധുരം എല്ലാം ജാസ്തി വേണം, എന്നാലേ ഓറഞ്ച് ആകുള്ളൂ. വെറും മധുരം മാത്രം വന്നാൽ അത് ക്വാളിറ്റി ഇല്ല, അതിന് വിറ്റാമിൻസ് ഇല്ല. ഏറ്റവും കൂടുതൽ ഏഷ്യയിൽ നമ്പർ 1 തോട്ടം ഇവിടെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും അത് മാത്രമല്ല ഉണ്ട്.
കോയിലേട്ടാ പിന്നെ കേരളത്തിൽ ഉണ്ടാകുന്നതിന്റെ മെഡിസിൻ വെച്ചതൊക്കെ പോയി. ആ ഇപ്പൊ പുതിയ പ്ലാന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ ഇപ്പൊ അല്ലേ? പിടിച്ച് കായ് പിടിക്കണമെങ്കിൽ അങ്ങനെ 2-3 എണ്ണം പിടിക്കും. ആ അത് പിന്നെ ഇങ്ങനെ കായ് പിടിച്ചാൽ പിന്നെ നെല്ലിയാമ്പതി ഓറഞ്ചിന് കൂടും. അത് മാത്രമല്ല, ഈ കേരളത്തിലെ ഓറഞ്ചിന്റെ പ്രത്യേകത എന്താ അറിയോ? ഹൈ ക്വാളിറ്റി വിറ്റാമിൻസ് ആണ്. നമ്മുടെ മണ്ണിന്റെ പവർ കേരളത്തിൽ പവർ ജാസ്തിയാണ്. നമ്മുടെ പുളിപ്പും മധുരം എല്ലാം ജാസ്തിയാണ്. അതേമാതിരി പച്ച ഓറഞ്ച് നമുക്ക് തിന്നാനേ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അത്രയും വിറ്റാമിൻസ് അതിൽ പവർ ജാസ്തിയായി ഉള്ളതുകൊണ്ട്. ഓറഞ്ച് ചെടിയല്ലേ? ഇത് കാപ്പിച്ചെടി. ഇത് കാപ്പി കാപ്പിച്ചെടി അതാ നിൽക്കണല്ലോ. പച്ച ചെറിയ അതാണ് പറയുന്നത്. നിൽക്കട്ടെ, അതൊന്ന് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരും. ഞാനത് ശ്രദ്ധയിൽ കറക്റ്റായിട്ട് പെടില്ല. ഇത് കൊയ്യാക്ക, കാട്ടു കൊയ്യാക്ക. സീസണിലാണ് ഇവിടെ മാത്രം അതെ, ഇതല്ലേ മരം? ഒന്ന് കറക്റ്റായിട്ട് എടുക്കട്ടെ. ഇത് ഓറഞ്ച് മരം 6 അടി. ആ ആ ഇനി ഓറഞ്ച് സീസൺ എത്ര മാസം ഉണ്ട്? ആ സമയത്ത് വരും അല്ലേ? ആ, അപ്പൊ ആ സമയത്ത് നമുക്ക് വരുമ്പോൾ നല്ല വ്യൂ പോയിന്റ് കാണാനും പറ്റില്ല. ഈ ഇവിടുന്ന് ലെഫ്റ്റ് നമ്മൾ ഏത് പോയിന്റ്? അത് ഫുള്ളും കാണൂല. ഒരു സെക്കൻഡ് തവണ ഞാൻ തവണ പോയിട്ട് ഒന്ന് എടുത്തിട്ട് ഒറ്റ സെക്കൻഡ് എന്താ വരും വേഗം ആ വരും. അയ്യോ, ഇതൊരു സൂപ്പർ വ്യൂ പോയിന്റാണ്. ഇത് നമ്മൾ ആ നിന്നതിൻ്റെ അതേപോലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം, ഏറ്റവും ടോപ്പ് സ്ഥലമാണ് പറയാം. ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ ടവറുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ജീപ്പ്, ഇത് നമ്മുടെ സ്ഥലം. പുലി ചിലപ്പോൾ നമ്മൾ കടിക്കാൻ വരുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ഇവിടെയൊക്കെ നോക്കാം. പിന്നെ എനിക്ക് ഈ ജീപ്പുകൾ ഇങ്ങോട്ടും അങ്ങോട്ടും പാസ്സാകുമ്പോഴേ ഈ അറിവില്ലാത്ത ആൾക്കാർ കൈ വെളിയിട്ടിട്ട് തിരിക്കുന്നത് ഒന്ന് കണ്ണാട്ടോ അവതരിക്കും. ഒരു കാരണം, ഈ വാഹനം കരിയുമ്പോൾ 2 വാഹനവും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തെറ്റാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കൈ മുട്ടും കൈയും വെളിയിലിരുന്നത് തല വെളിയിലിരുന്നത് ശ്രദ്ധിക്കണം. ഇതുപോലെ ചരിയുമ്പോൾ മാത്രം ഒരു ബുദ്ധിമുട്ടാണത്. അത് വരുന്ന ആൾക്കാർക്ക് വാഹനത്തിൽ ഉള്ളൊരു എക്സ്പീരിയൻസ് കുറവ്. ഒരു വണ്ടി എത്തി. വണ്ടി ആ
പിന്നെ ഈ കാട്ടിൽ വേറെ എന്തൊക്കെ നമുക്ക് മരങ്ങളുണ്ട് ഈ നമുക്ക് പഴവർഗ്ഗങ്ങളുള്ളത്? നാവൽപ്പഴമുണ്ട്. ഞാവലുണ്ട് അല്ലേ? നാവൽപ്പഴമുണ്ട്. പിന്നെ എന്താ പറയാ, ആപ്പിൾ ഉണ്ട് നമ്മുടെ നെല്ലിയമ്പതിയില്. ആപ്പിൾ ഇല്ല, ഓറഞ്ച് ഇല്ല. ഓറഞ്ചുണ്ട്. മുന്തിരി കാട്ടിനുള്ളിൽ പോയ കുന്തിരിക്കം, കുന്തിരിക്കം, തേന്. തേന്. അതൊക്കെ ഒറിജിനൽ തേന് മേടിക്കാൻ കിട്ടും. തേന് മേടിക്കാൻ കിട്ടും അല്ലേ? ഇത് നമ്മൾ വന്ന വഴി നമ്മൾ വന്ന ആദ്യത്തെ പോയിന്റ്. സ്റ്റാൻഡിൽ തന്നെ ഒരു 85 വണ്ടി വരും. 85 വണ്ടി ഉണ്ട് അല്ലേ? 85 വണ്ടി അതേപോലെ നമ്മൾ ആ പാമ്പിന്റെ മരുന്നിന്റെ ഇല പറഞ്ഞില്ലേ വലുത്, ആ ഇലയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മൾ കള്ള് കുടിക്കുക, മറ്റേ മദ്യപിച്ചതിന് ശേഷം വയറ് അസ്വസ്ഥത വരില്ലേ, ദഹനമില്ലാണ്ട് ഛർദ്ദിക്കാനുള്ള ബുദ്ധിമുട്ട് വരില്ലേ, അതിന്റെ ഒരു തൂമ്പലിയ എടുത്തിട്ട് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് ഛർദ്ദിക്കുകയും ചെയ്യും, വയറ് വൃത്തിയാവും ചെയ്യും. വയറ് വൃത്തിയായിട്ട് ആള് നോർമലാവും. നമുക്ക് ദഹനമില്ലാണ്ട് നമുക്ക് ഒരുപാട് ക്ഷീണം വരിക, അങ്ങനെ എന്തെങ്കിലും നമുക്ക് അസ്വസ്ഥത വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഛർദ്ദിക്കാനുള്ള ബുദ്ധിമുട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് AC ഇരുന്നിട്ടൊക്കെ ആണെങ്കിൽ വേറെ ഇതിൻ്റെ ഒരു തൂമ്പല എടുത്തിട്ട് കഴിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. 10 മിനിറ്റിൽ താഴെ ആകുമ്പോഴേക്ക് ഛർദ്ദിക്കും. അതോട് കൂടിയിട്ട് ആള് വൃത്തിയായി നോർമലായി ആള് സ്റ്റഡിയാവും. നിങ്ങൾക്ക് കാണാൻ കുറെ സ്ഥലങ്ങളുണ്ട്. അത് നമ്മുടെ വണ്ടിയിൽ തന്നെ പോവല്ലേ? കേശവൻപാറ പറഞ്ഞ ഒരു സ്ഥലം. കേശവൻപാറ അല്ലേ? അത് ഇതേപോലെ ഇതേപോലെ ഒരു മലയുണ്ട്. കേരളം നടന്നു കയറാം. നടന്നു കയറണം അല്ലേ? പോയിട്ട് നമ്മൾ താഴ്ന്ന് കയറി ചുരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നല്ല കാണാം. കേശവൻപാറ. കേശവൻപാറയ്ക്ക് അവിടെ തന്നെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. അവിടെ ABT ഉണ്ട്. അവിടെ പോയാൽ നമുക്ക് ചായപ്പൊടി എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ തന്നെ കിട്ടും. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ 100 ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് തേയിലക്കാട്ടിലൊക്കെ നിന്ന് ഫോട്ടോസും തിരിച്ചു പോകും. പിന്നെ അപ്പുറത്ത് പോയ കാരപ്പാറ വെള്ളച്ചാട്ടം പറഞ്ഞൊരു സ്ഥലം അവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ കൊലയമ്പാറ ജംഗ്ഷനിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ നേരെ അങ്ങോട്ട് പോകണം അല്ലേ? അങ്ങോട്ട് പോകാം. പടിഞ്ഞാറ് വശത്തേക്ക് ഇല്ല? ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് പടിഞ്ഞാറ് അങ്ങനെ പോകണം അല്ലേ? അങ്ങനെ പോയ കാരപ്പാറ വെള്ളച്ചാട്ടം, അതാണ് ഹാനിങ് ബ്രിഡ്ജ്. അതില്ലേ? പിന്നെ ചോദിക്കാൻ മറന്നുപോയി, നമ്മുടെ ഈ പുഴ വേറെ ഏതെങ്കിലും ഡാമുകൾക്ക് ലിങ്ക് ആകണ്ട? ഡാമുകൾക്കല്ല, ഈ പുഴ വന്ന് മറ്റേ ചാലക്കുടി ഇല്ലേ, അതിരപ്പള്ളി മെയിൻ വെള്ളം നമ്മുടെ നെല്ലിയമതി വെള്ളമാണ് ഇല്ലേ? അത് പെരിങ്ങൽകുത്ത് ഡാമിലൊക്കെ എത്തും അല്ലേ? അപ്പൊ അതിലേക്ക് റോഡുണ്ട് നമ്മുടെ പറഞ്ഞ ഈ പോയിന്റ് ഭാഗത്ത്? ഇത്രയും കൂടെ റേറ്റ് അപ്പുറം ചേർത്തി എടുക്കാം. റേറ്റ് ചേർത്തി എടുത്താൽ ഓഫ് റോഡ് ഭയങ്കര ഡേഞ്ചറായ ഡ്രൈവിംഗ് ആണ്. നമുക്ക് പോകാം. എന്താ ഒരു കടുകുമണി ഗ്യാപ്പിലാണ് വണ്ടി രക്ഷപ്പെട്ട്. കടുകുമണി അല്ല, എൻ്റെ കാഴ്ചപ്പാടിൽ ആ വണ്ടി മറിയാണ്ട് വിട്ടത് ഒരു കടുകുമണിന്റെ ഗ്യാപ്പ് കൊണ്ട് പറയും. കൈ മാത്രം വെളിയിലിടാണ്ട് ശ്രദ്ധിക്കണം. പോകട്ടെ, അത് ജീപ്പ് ചരിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട്.
പോരട്ടെ പോരട്ടെ പോരട്ടെ. ആ അവൻ പേടിച്ചു. അല്ല അത് ഒരു കടുകുമണി ഗ്യാപ്പില് കൈവിട്ട് പോയി മൂപ്പര് അങ്ങനെ ബ്രേക്ക് ഔട്ട് സ്ലോ ആക്കി ബാക്ക് അടിച്ചു. പിന്നെ ഫ്രണ്ടൊക്കെ എടുത്ത് വണ്ടി ആൻ ചെയ്താണെങ്കിൽ മറിയും എന്ന് പറഞ്ഞാൽ വണ്ടിന്റെ ബാലൻസ് ഒരാൾ വെറുതെ തൊട്ടാൽ മറിയണം അത്ര എത്തി. ആ അപ്പോഴും ഡിഫോൾട്ടാണ്. എന്റെ കാഴ്ചപ്പാടിൽ ഈ റോഡ് കല്ല് പതിച്ചിട്ട് ചെയ്യും. ഞങ്ങൾ ഓഫീസില് ചെയ്യും. ഞങ്ങൾ ഡ്രൈവർമാരൊന്ന് വന്ന് ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ എല്ലാം കല്ല് പതിച്ച് വൃത്തിയാക്കിട്ട് നമുക്ക് മലയില്ല അതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്യും. കല്ല് നല്ല റൗണ്ട് ആയിട്ട് പതിച്ച് വെച്ചാൽ സൂപ്പറായിട്ട് നമുക്ക് ഇതേമാതിരി പോവാം. വണ്ടി ഒരു ഓറം കേട്ടു. ബാക്ക് എന്നാണ് തോന്നുന്നു അല്ലേ? ഇപ്പൊ ഇട്ട ഗിയർ ലോക്ക് ഗിയർ ആണ് അല്ലേ? അതിലെത്ര ഗിയർ ഉണ്ട്? രണ്ടെണ്ണം. ബാക്കും ഫ്രണ്ട് ഇല്ലേ? ബാക്ക് തട്ടിയ 4 വീല്, സെന്റർ തട്ടിയ ഫ്രണ്ട് മാത്രം, അതിന്റെ മുമ്പിൽ തട്ടിയ ന്യൂട്രൽ. അങ്ങനെയല്ലേ? സെന്റർ തട്ടുമ്പോ ഫ്രണ്ട് വീല് മാത്രം പിടിക്കുള്ളൂ. അത് 4 വീലായിട്ട്. ഇപ്പൊ നമ്മൾ ഇട്ടത് 4 വീലുണ്ട്. 4 വീല് ലോക്ക് ചെയ്തു. അപ്പൊ നമ്മ റോഡിൽ കൂടെ ഓടിക്കുമ്പോ ഏറ്റവും ബാക്കിലേക്ക് ഇടുന്നത് അല്ല, റോഡിൽ കൂടെ ഇടുമ്പോ അല്ല ഓടിക്കുമ്പോ നമുക്ക് ഫുള്ളും ഫ്രണ്ടിൽ തട്ടിയ ന്യൂട്രൽ. നമ്മൾ സാധാരണ നോർമൽ ഗിയറിൽ തന്നെ പോകും. നോർമൽ ബാക്ക് വീല് മാത്രം 2 വീല് മാത്രം പിടിക്കും. ഏറ്റവും ബാക്കിലേക്ക് തട്ടി കഴിഞ്ഞല്ലേ? തട്ടി കഴിഞ്ഞു. ഇതിന് വേണ്ടി കണ്ടുപിടിച്ചാണ്. വെള്ളക്കാർ കണ്ടുപിടിച്ചാണ്. ജീപ്പിന്റെ ഇത് വേറെ. ഈ വണ്ടി മിലിറ്ററി യൂസിനെ യൂസ് ചെയ്യാം. ഇപ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റു രാജ്യങ്ങളിലും മുഴുവനും ഈ ജീപ്പാണ് അവരുപയോഗിക്കുന്നത്. ആംബുലൻസ് ജീപ്പാണ്. അതന്നെ. ഇതുപോലെ സ്ഥലങ്ങളിൽ എത്തിപ്പെടാനായിട്ട് ജീപ്പാണ് ഇവിടെ നിർത്തി. അതന്നെ. ഞാന് 60-70 വർഷങ്ങൾക്ക് മുന്നിലുള്ള വീഡിയോ കണ്ടപ്പോ അതില് മിലിറ്ററിക്കാർ ജീപ്പും കൊണ്ടാണ് പോണത്. അതേമാതിരി 100 വർഷങ്ങൾക്ക് മുന്നേ മറ്റേ അമേരിക്ക മിലിറ്ററിയിലുള്ള വീഡിയോ കണ്ടപ്പോഴും ജീപ്പും കൊണ്ടാണ് അവര് പോണത്. അപ്പൊ ജീപ്പ് നിസ്സാരക്കാരനല്ല. അതേപോലെ നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഇല്ലേ, ആ വണ്ടി മിലിറ്ററി ഓഫീസർമാരാണ് അത് ഉപയോഗിക്കുക. പിന്നെയാണ് നാട്ടിലെ ജനങ്ങൾ കൂടുതൽ ഉപയോഗിച്ചത് എന്തെന്ന് വെച്ചാൽ അതിലേക്ക് ഞാൻ പറഞ്ഞു. മിലിറ്ററി ഓഫീസർ കൂടുതൽ ഉപയോഗിച്ചത് ഡോക്ടറാണ്. ആ വണ്ടി ഡോക്ടർമാരാണ് റോയൽ എൻഫീൽഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വരാം. പിന്നെ ഇതില് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താന്ന് വെച്ചാ ട്രാക്ടറാണ്. പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എന്താ അറിയില്ല, മിലിറ്ററിക്കൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് ഗൂഡ്സ് വണ്ടി പറഞ്ഞിട്ട് ഒരു ട്രാക്ടർ മാത്രം പോകും. അതിൽ ഒരാളിന് മാത്രം. അത്രയും വലിയ മിലിറ്ററിക്കാരന് ഒരാളിന് മാത്രം ചോറ് കൊടുക്കാനായിട്ട്. അത് എന്താ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും അപകടം പറ്റിയാലും ഒറ്റ ആളിന് തന്നെ പറ്റും. ട്രാക്ടറിന് അത്ര ഒരു ഗുണമുണ്ട്. ശബരിമലയ്ക്ക് ഏറ്റവും സെറ്റ് ഭക്ഷണ സാധനങ്ങൾ ട്രാക്ടറിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഈ ബുള്ളറ്റ് കണ്ടുപിടിച്ച് അതിന്റെ കൂട്ടത്തിൽ വേറൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ സൈഡ് ഒരു വീല് വെച്ച് പോണത്. 3 ചക്ര വണ്ടി അല്ലേ? അതാണ് ആ റോയൽ എൻഫീൽഡിന്റെ ഒരു സെറ്റ്. പിന്നെ എനിക്ക് ഇവിടുത്തെ ഈ ഡ്രൈവിങ്ങിൽ കണ്ടപ്പോ ഇവിടുത്തെ ഈ വണ്ടികൾക്ക് വീല് ബേസ് അകലം ജാസ്തി കൊടുത്ത അത്രയും കൂടിയിട്ട് വീല് വലുപ്പവും അതേമാതിരി അകലവും ജാസ്തിയും കൊടുക്കുക.
ലെങ്ത് കൊടുത്താൽ ഡ്രൈവർമാർക്ക് ഇത്രയും കൂടി സേഫ്റ്റിയാണ്. അല്ല അല്ല, ഇത് ഇപ്പൊ അതിനെക്കാട്ടിലും സേഫ്റ്റി ചെറുതില്ല. ആ ആ വലുത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലിന്റെ ഇടുക്കിൽ ഇപ്പൊ ഇത് ഇത്രയാണെങ്കിൽ അത് കറക്റ്റായിട്ട് പോയി പെടും. ഇത് അങ്ങനെയല്ല, ചെറുത്. ഇത് അതിന് കയറി പോയി ചെറിയൊരു വീൽ ബേസ് കിട്ടിയാൽ മതി. അതാണ് ഇതിന്റെ ഗുഡ്. വലിയ ടയർ ഇടുമ്പോ അതിന്റെ ചെറിയ സ്ഥലത്ത് കൂടെ പോയില്ല, റോഡും ഭയങ്കര മോശമാവും. ഇപ്പൊ ഇത്ര വലിയ ഇതുണ്ട്, ഈ വലിയ വീൽ ബേസ് ആണെങ്കിൽ ഈ കല്ലിൽ കയറി തന്നെ പോകണം. ഇത് അങ്ങനെയല്ല, അതിൽ നിന്ന് ഒതുക്കി എടുത്ത് സുഖമായി. ഇതിപ്പോ വലിയ വീലാണെങ്കിൽ അവിടെ വരും. ഇപ്പൊ ഇതില്ല, ഇവിടെ ഗ്യാപ്പില്ലെങ്കിൽ ഇങ്ങനെ തിരിക്കും. ചെറിയ വീലിനുള്ള ഒരു നല്ല. ഇപ്പൊ ഈ റോഡിന്റെ ഈ താഴ്ച കാണുമ്പോ എന്റെ കണക്കൂട്ടലില് ഒരു 200 വർഷമെങ്കിലും ഇതിൽ കൂടെ വണ്ടി ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് അത്രയും ഒരാൾക്ക് ഹൈറ്റില് മണ്ണ് താന്ന് വലിച്ചിട്ടുണ്ട്. ഒരു നമുക്ക് എന്തോ ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നില്ലേ? അതിന് സൗകര്യം ഉണ്ടാ? നമ്മള് വർക്ക്ഷോപ്പ് ഫീൽഡാണ്. വർക്ക്ഷോപ്പ് ആയിരുന്നു അല്ലേ? മാറ്റി കഴിഞ്ഞു, അപ്പം കുഴപ്പമില്ല. ഇത് രണ്ടുപേരും ബാക്കിലെ ഡ്രൈവർമാരാണ്, നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്തു. നമ്മള് ചെറുവണ്ടി മുതല് ലോറി വരയ്ക്ക്, അതിലിപ്പോ കണ്ടിന്യൂ ചെയ്ത് പോണത് 4 വീൽ വണ്ടികൾ മാത്രം. നമ്മൾ ഒന്നുമില്ല, വന്നത് ചെയ്യപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ വർഷത്തിൽ അത്രയും സൗകര്യങ്ങളാണ്. വെൽഡിങ്, കട്ടിങ്, സെറ്റ് സൗകര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ വരുന്നതൊക്കെ നമ്മൾ പണിയെടുത്ത് കൊടുക്കും. വണ്ടിന്റെ പേര് നമ്മൾ നോക്കില്ല, പേരിനൊക്കെ പ്രശസ്തി പോയി, ആ കാലം കഴിഞ്ഞു. ആദ്യമൊക്കെ അംബാസഡർ ചെയ്യണോ അംബാസഡർ മാത്രം, ജീപ്പാണെങ്കിൽ ജീപ്പ് മാത്രം. ഇന്നത്തെ കാലത്ത് കാറുകൾ എത്ര തരം ഉണ്ട് എന്നുള്ളത് ഒരു കാർ മെക്കാനിക്കലിൽ ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ 1000-ൽ കൂടുതൽ. അതന്നെ 1000-ൽ അതന്നെ. ഇന്നത്തെ കാറുകളുടെ നെയിം എത്ര പറഞ്ഞ 1000-ൽ കൂടുതൽ നെയിമായി. ഓരോ രാജ്യങ്ങൾക്കും ഓരോ തരം കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. അതിൽ തന്നെ 100 കണക്കിന് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്. മാരുതിയിൽ തന്നെ ഏകദേശം 50-ൽ കൂടുതൽ ഇറങ്ങിക്കഴിഞ്ഞു. ഹുണ്ടായിലും അതേപോലെ ഇറങ്ങിക്കഴിഞ്ഞു. അതേമാതിരി JCBയിൽ 50-ൽ കൂടുതൽ JCBന്റെ വർക്കും ഇറങ്ങിക്കഴിഞ്ഞു. ഹിറ്റാച്ചി പോലെയുള്ള സാധനങ്ങൾ, പല ഐറ്റങ്ങൾ. ഓ, 2 വീലർ ചെയ്യും. 2 വീലറൊക്കെ നമ്മളെ സംബന്ധിച്ചാലും പൊടിക്കാ സാധനം. അതിലാകെ ഒരു പിസ്റ്റനെ കൊണ്ട് ഒരു ബെയറിങ്, 2 ബെയറിങ്. അതൊന്ന് ഓ ചെയ്യും. നമ്മുടെ വണ്ടികളൊക്കെ കൂടുതൽ നമ്മൾ തന്നെ ഇല്ല. എന്നാൽ നമ്മള് 4 വീൽ വണ്ടിയാണ് കണ്ടിന്യൂ. അതിലാണ് നമ്മൾ പോക്കും വരെ. എന്റെ വീട്ടിലേക്ക് ഇതുപോലെ റോഡ്, എന്റെ വീട്ടിൽ പോണ അവിടെ ഇതേപോലെയാണ് അല്ലേ? ഇവിടെ എത്ര കിലോമീറ്റർ ടൗണിൽ നിന്ന്? ഒരു 15 കിലോമീറ്റർ ഉള്ളിൽ പോകണം അല്ലേ? അപ്പൊ ആനയും പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ അപകടം പിടിച്ചൊരു ജീവിതമാണ് അല്ലേ? ആന, പുലി, കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ടേ പോകും. അപ്പൊ ഇപ്പൊ വണ്ടി ചെറിയൊരു കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് വീട്ടിൽ നിർത്തിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇവിടെയും പോയി കിടക്കണത്. നമുക്ക് സൗകര്യക്കുറവായിപ്പോയി. വീട്ടിലാണെങ്കിൽ എനിക്ക് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയൊക്കെ കണ്ട് പണിക്ക് വരുമ്പോൾ അതിന്റെ സുഖം. അത് പറയാം. വീട്ടില് വളർത്തുന്ന മൃഗങ്ങളിലെയും മക്കളിലെയും എല്ലാം വന്ന് കണ്ട് ആ ടെൻഷൻ ഇല്ല. നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ വീട്ടിൽ പോകാൻ സാധിക്കും. ഒരാഴ്ച വണ്ടി ഒന്ന് പണിയണം. അതുകൊണ്ട് നമ്മള് ചെറുപ്പകാലത്ത് ഞാൻ പണി പഠിക്കുമ്പോ ഏതായിരുന്നു അറിയാം വണ്ടികള്? ഈ ലാംബെട്ര പറയണ ഓട്ടോറിക്ഷയായിരുന്നു, പിന്നെ ലാംബി പറയണ സ്കൂട്ടർ, പിന്നെ അത് ചേതക്ക്, പിന്നെ ബജാജ് ഓട്ടോറിക്ഷ, അങ്ങനെ മാറി മാറി വന്നു.
പിന്നെ അതിങ്ങനെ വന്നിട്ട് കുറച്ച് ഡെവലപ്പ് ആയപ്പോഴാണ് ഡീസൽ ഓട്ടോറിക്ഷ വന്നത്. ഗരുഡ പറഞ്ഞ ഡീസൽ ഓട്ടോറിക്ഷ വന്നു. പിന്നെ വിക്രം പറയുന്ന പൊട്ടിയാട്ടോ വന്നു. പിന്നെ അതിൻ്റെ ഒക്കെ കാലം ഒരു ഇതായപ്പോഴേക്ക് മിനി ഡോർ ചാമ്പ്യൻ പറയുന്ന പൊട്ടിയാട്ടോകൾ വന്നു. പിന്നെ നമ്മുടെ ജീപ്പ് അംബാസഡറും ഒക്കെ ഒരു ഡൗൺ ആയപ്പോൾ പിന്നെ മാരുതി കാറുകൾ അതിൻ്റെ വർഗ്ഗങ്ങളൊക്കെ സുമോ ഒക്കെ വന്നു. ഇപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഇനോവ വന്നു, പോളീസ് വന്ന്, ഒരുപാട് വണ്ടികൾ മാറി മാറി വന്ന് ഇപ്പോൾ വാഹനങ്ങളുടെ പേര് പോലും നമുക്ക് ഓർമ്മ കിട്ടാണ്ടായി. ഒരു 20 വർഷത്തിന് ഇപ്പുറമാണ് ഈ കാറുകൾ ആയിരക്കണക്കിന് മാറ്റങ്ങൾ വരുന്നതായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാർക്ക് അറിയാത്ത കാറുകൾ ലോകത്ത് ഒരുപാട് കമ്പനിക്കാരുണ്ട്. മിനി കൂപ്പർ വണ്ടികൾ ഇപ്പോൾ നമ്മുടെ അവിടെ ഇല്ല. മിനി കൂപ്പർ പറയുന്ന വണ്ടിയില്ലേ, കാറില്ലേ, ആ മിനി കൂപ്പർ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളിൽ ഒന്നാണ്. അതിൽ ചെറുത് മുതൽ വലുത് വരെയുണ്ട്. ഏറ്റവും ഉണ്ടായിട്ടില്ല നമ്മുടെ സ്വിഫ്റ്റ് ഡിസയർ ഇല്ലേ, ആ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ മോഡലിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ മിനി കൂപ്പർ ഉണ്ട്. അതിൻ്റെ എത്ര 3 കോടി 5 കോടി 7 കോടി 10 കോടി വരെക്കുള്ള കാറുകളും മിനി കൂപ്പറിലുണ്ട്. നമ്മുടെ അവിടെ അന്ന് ആൾക്കാർക്ക് വാങ്ങാൻ കഴിയില്ല. നമ്മുടെ അവിടെ ബെൻസും അതേമാതിരി ഓടി അതുപോലത്തെ കാറുകളാണ് ഏറ്റവും ടോപ്പ്. റോൾസ് റോയ്സൊക്കെ അതേമാതിരി റോൾസ് റോയ്സിന് വേറൊരു സംഭവമുണ്ട്. വിമാനത്തിന് ഇഞ്ചനാണ് ഇത്, കാറിൻ്റെ വിമാനത്തിൽ പിടിപ്പിച്ച ഇഞ്ചനാണ് റോൾസ് റോയ്സിന്. വിമാനത്തിൻ്റെ എഞ്ചിന് അത് വിമാനം ഒരാളിന്ന് പോണത് ഉണ്ട്, 700 ആള് പോണതും ഉണ്ട്. ഏകദേശം ഒരു ബോയിങ് വിമാനം 700-750 ആളിനെ സുഖമായിട്ട് കയറ്റും. 1000 ആളിന് വേണമെങ്കിൽ അത്യാവശ്യം കയറ്റാം. 700 ആൾ തന്നെ അത്രയായി. നമ്മുടെ ഒരു പാർട്ടി സമ്മേളനത്തിന്റെ ജനമായി അതിനെ മുഴുവൻ ഒരു വിമാനത്തിൽ കയറ്റിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ റഷ്യ പറയുന്ന രാജ്യത്തില്ലേ, നമ്മുടെ സാധാരണ പൾസറും ബുള്ളറ്റിൻ്റെയും പോലത്തെ എഞ്ചിനില്ലേ, സിംഗിൾ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് അവിടെ റേസ് മത്സരമുണ്ട്. മോളിൽ കൂടെ വിമാനം ഒറ്റയ്ക്ക് പറത്തിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ സാഹസികമായിട്ട് റേസ് ചെയ്തിട്ട് പോയവനിക്ക് അവർ ക്യാഷ് പ്രൈസും ട്രോഫിയും അവിടെ കൊടുക്കണം. അവിടെ 12 വയസ്സും 10 വയസ്സായ കുട്ടികളാണ് വിമാനം ഓടിക്കുന്നത്. നമ്മളുടെ കൂടെ 18 കഴിഞ്ഞാലും അവർക്ക് ഓടിക്കാനും അറിയില്ല, ഗവൺമെന്റ് ലൈസൻസും കൊടുക്കില്ല. അതന്നെ. ഇവിടെ ഈ റോഡിൽ ഇപ്പോൾ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഏതൊക്കെ തരം മൃഗങ്ങളെ കാണാൻ സാധ്യത കൂടുതൽ? കാട്ടാട് ഇല്ലേ? കാട്ടാട് ഇവിടെ ഉണ്ട് ഇല്ലേ? ഇത് നമ്മുടെ സ്വന്തം കമ്പനി വണ്ടിയല്ലേ? പോട്ടെ പോട്ടെ, നേരെ പോട്ടെ, നേരെ ഇങ്ങോട്ട് കയറ്റാം. നമുക്ക് ഈ കാട്ടാടിന്റെ മനുഷ്യനെ എങ്ങനെ ആക്രമിക്കുക? കാട്ടാട് മനുഷ്യനെ ഒന്നും ചെയ്യില്ലല്ലോ. കൊറ്റനാടോ ഒന്നും ചെയ്യില്ലല്ലോ. ഭയങ്കര പാവങ്ങളാണ് അല്ലേ? വരയാട്, വാഗമണ്ണ്, ആ ഭാഗങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഉള്ളിലുണ്ട്. ഇവിടെ ഒരു മാറ്റി വരയാട്ട് മല എന്ന് പേരുണ്ട്. അതേപോലെ വേനൽക്കാലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടുമ്പ് കാണാം. ഉടുമ്പുകൾ ഇല്ലേ? പഴയ രാജാക്കന്മാര് യുദ്ധത്തിന് ഉപയോഗിച്ചാണത്. ആ ഉടുമ്പ് അതിന്റെ ഇടുപ്പിൽ കയറ് കെട്ടിയിട്ട് ഏത്
ഏത് കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിടിച്ചു നിൽക്കും. എന്നിട്ട് നമുക്ക് തൂങ്ങിയിട്ട് മറ്റേ റോപ്പ് ലെവലിൽ നമുക്ക് കയറി പോവാം. ഏത് രാജകൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് വേണമെങ്കിലും ഉടുപ്പിനെയും കൊണ്ട് കയറി പോവാം. അവൻ പിടിച്ചാൽ അപ്പോൾ വ്യൂ കയറി സംഗതി വ്യൂ ആയി, മറ്റേ മഞ്ഞ് പോയി, കോട പോയി. ആ ശരിക്കും 10 മണിക്ക് ശേഷമാണ് അപ്പോൾ ഏറ്റവും സുഖം അല്ലേ പോയി കഴിഞ്ഞ് വ്യൂ കയറാൻ. ആ ഇതാ നമ്മുടെ നാടൊക്കെ തെളിഞ്ഞു. ആ ഇവിടെ ഇനി നമുക്ക് എൻ്റർ ചെയ്യണം. ആ ആ ആ ഇവിടെ അല്ലേ? ആ ആ ഡോറ് ആണ്. ഞങ്ങൾ 1 സെക്കൻഡ് ഇവിടെ നിർത്തി. ഞാൻ 1 സെക്കൻഡിലാണ് വ്യൂ എടുത്തത്. അതോടെ ഇട്ടു. അതന്നെ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് ഇനിയും കയറും. കണ്ടിട്ട് ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ സ്ഥലത്തിന്റെ പേര് പൊലയമ്പാറ ഫോറസ്റ്റ് ഓഫീസ് ഇല്ലേ? ആ ശരി. നല്ല ക്ലിയർ ആയി. ആ ഇത് നമ്മുടെ ഗോപാലേട്ടൻ, ഇത് നമ്മുടെ ജീപ്പ്, ഫോറസ്റ്റ് ഓഫീസ്. അവിടെ അല്ലേ? അതിന് മുകളിലില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ആ ഫുള്ളായി കിട്ടുന്നുണ്ട്. ഏത് അതന്നെ ഞാൻ പറഞ്ഞു, ഒരാള് പോയാലും അല്ല ഇന്നത്തെ കാലത്ത് ഇതൊരു ചെലവല്ല. ഇതൊരു സാധാരണ രീതിയിലുള്ള ചെലവുള്ളൂ. നമ്മളിപ്പോ 3-4 വന്നു ഒരു ടീം, വേറെ ഒരാളിരിക്കുമ്പോ അയാളിനെയും നമുക്കൊരു വരും നമുക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റും. ഒരു വലിയ ഗുണമൊന്നുമില്ല. ആ അതന്നെ. ഞാൻ കാലത്ത് അതാണ് ഓണറിന്റെ വേറെ മൈൻഡ് അറിയില്ല. ആ അല്ല ഞാന് പിന്നെ ആലോചിച്ചപ്പോ എനിക്കിത് മനസ്സിലായി. ആ ത്രില്ലിംഗ് ഉണ്ടായില്ല. അത് ശരിയായില്ല. പിന്നെ അവര് നമ്മുടെ വീഡിയോയിൽ പോകുമ്പോ അവർക്ക് ഡിസ്റ്റർബ് തോന്നും. ഒരു കുഴപ്പമില്ല. ആ ആ ആ അതേപോലെ ഇതുപോലത്തെ ഒരു വെള്ളപ്പൂവാണ്. ആ ആ പിന്നെ അതേമാതിരി ഇതേപോലെ ഈ വെള്ള വരയുള്ള ഇലയുണ്ട് ചെടിയില്ലേ, അത് വന്നിട്ട് നമ്മൾ മദ്യപാനം പുകവലി ഒരുപാട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് പ്രശ്നമുള്ളവർക്ക് അത് അരച്ച് കഴിച്ചാൽ മതി. ആ അത് കരൾ നല്ല പ്രശ്നമാകും. മറ്റേ
ശരീരം നോർമലിലേക്ക് എത്തും. എത്ര കരള് വീങ്ങിപ്പോയവനും വീക്കായവനിക്കും ആ ഇല അരച്ച് കഴിച്ചാൽ മതി. അതിൻ്റെ ഇതേ സെയിം ഇലയിൽ വെള്ള വരയുണ്ടാവും, ലൈറ്റായിട്ടുള്ള വെള്ള വരകളുണ്ടാവും. 3 മറ്റേ അതിൽ കായ് വരുന്നത് 3 ഭാഗത്തേക്ക് കായ് ഉണ്ടാവും, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ. നെല്ലിക്ക വലുപ്പത്തിൽ ചെറിയ കായ്, 3 മൊക്കുള്ളത്, 3 കോണുള്ളത്. പുലി സിംഹം ഒന്നും കാണാനില്ല. അടുത്ത പ്രാവശ്യം വരും, നമുക്ക് പതുക്കെ പോയി സമാധാനത്തിൽ. വണ്ടി അല്ല നമ്മള് ഓ അടിപൊളി സ്ഥലമായി. ആ കരടി മരത്തിന്റെ മുകളിൽ ഹാൾട്ട് കിടക്കുവോ? മരത്തിന്റെ മുകളിൽ കയറില്ല അല്ലേ? ആ ഹാൾട്ട് ഒന്നും ഉണ്ടായില്ല. ആ മരത്തിന്റെ മുകളിലൊന്നും കയറില്ല. ആ മരത്തിന്റെ മുകളിൽ കയറി, പക്ഷേ അത് പിടിക്കുന്നതൊക്കെ മാനിനെയൊക്കെ പിടിച്ച് മരത്തിന്റെ അത് ഒരിക്കലും കൊമ്പിൽ കയറ്റി വെക്കില്ലേ? അത് ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അതല്ലേ? ആ പിന്നെ ചോദിക്കാൻ പറ്റുമോ, ഇവിടെ നിന്ന് നമ്മുടെ ഈ നെല്ലിയാമ്പതിൻ്റെ ഈ പുഴൻ്റെ ഇതിൽ കൂടെ നമുക്ക് വേറെ അപ്പുറത്ത് ചാലക്കുടി പുഴയിലേക്കൊക്കെ റോഡുണ്ട്? കാട്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് ഇല്ലേ? നമുക്ക് അത് അലോട്ടായിട്ടില്ല അല്ലേ? ആ അപ്പോൾ നമ്മൾ ഓഫ് റോഡ് കഴിഞ്ഞു, ഇനി നമുക്ക് ഓൺ റോഡ് എത്തി. അപ്പോൾ വീഡിയോ ഓഫ്